ഗൈസ് പറൂർ ഇത്രയും കിടിലൻ ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ബാർ ഉണ്ടായിട്ട് നമ്മൾ ഇപ്പോഴാണ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നത്. ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 11 മണി വരെയാണ് ഈ റെസ്റ്റോ ബാർ ഓപ്പൺ ആയിട്ടുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് CC ടവറിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് 2:30 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷെ 2:30ക്കാണ് ഓപ്പൺ ആക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തിരുന്ന് കറക്റ്റ് 2:30 ആയപ്പോഴേക്കും നമ്മൾ അകത്ത് കയറി. അതുകൊണ്ട് തന്നെ നമ്മളായിരുന്നു അവിടുത്തെ ആദ്യത്തെ കസ്റ്റമർ. ആദ്യം തന്നെ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ടോ, കാരണം കുറച്ചധികം ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്ന് ഫുള്ള് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. നല്ല കിട്ടലിന് ആംബിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ഫുഡ് അത്ര അടിപൊളിയാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എല്ലായിടത്തുനിന്നും കഴിക്കുന്ന പോലത്തെ തന്നെ ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് വേറെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് പട്ടായ റൈസ്, അത് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് പിടിക്കാമെന്നും പറയും. നമ്മൾ പോർക്ക് ചില്ലിയാണ് കേട്ടോ പറഞ്ഞത്. ആ പട്ടായ റൈസ് ഫുൾ ഓംപ്ലേറ്റിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. നമ്മൾ തായ്ലൻഡ് പോയി വന്നേ പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട്. മേ ബി കോയിൻസിഡൻസ് ആയിട്ട് വരുന്നതായിരിക്കാം നമ്മൾ ഓർഡർ ചെയ്ത് വരുമ്പോൾ. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ ഉള്ളിലുണ്ട്. ഫ്രൈഡ് റൈസൊക്കെ പോലത്തെ ഒരു റൈസ് തന്നെയാണ്, പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചില്ലി പോർക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിച്ച് പകുതി എത്തിയപ്പോഴാണ് അത് വന്നത്. നൈറ്റാണ് കേട്ടോ ഇവിടെ കുറച്ചും കൂടി അടിപൊളി, കാരണം ലൈവ് മ്യൂസിക് വരുന്നുണ്ട്. പിന്നെ ഫുൾ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി നല്ല കിടിലൻ ആംബിയൻസ് കിട്ടും. പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഗ്യാങ് ആയിട്ട് വരാണെങ്കിൽ അവിടെ ഹട്ട് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നമുക്ക് ചില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടോ. കിടിലൻ ആംബിയൻസ് ആണ്.